നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമസ്കാരം. അങ്ങനെ പശ്ചിമേഷ്യ വീണ്ടും ഒരു സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമീനിയുടെ മരണത്തോടു കൂടി തന്നെ ഇറാൻ ഒതുങ്ങുകയല്ല, വീണ്ടും അതിശക്തമായി തന്നെ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഡെയിലി മെയിൽ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പത്രത്തോട് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് വെറും ഒരു 4 ആഴ്ചത്തെ പ്രക്രിയയാണ്. 4 ആഴ്ചയോളം മതി അവർക്ക് ഇറാനെ അങ്ങ് അടിച്ചുകൂട്ടിയൊന്ന് കയ്യിൽ ചുരുട്ടിയെടുക്കാൻ. ഇറാൻ വലിയൊരു രാജ്യമൊക്കെ തന്നെയാണ്, പക്ഷെ ഞങ്ങൾക്ക് 4 ആഴ്ചത്തോളം സമയം മതി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാർ, ശരിക്കും 4 ആഴ്ച മതിയോ? ഇറാൻ പോലൊരു വലിയ രാജ്യം, അവർ സർവ്വസന്നാഹങ്ങളോടുകൂടി നിൽക്കുകയാണ്. ഇപ്പോൾ ട്രംപ് പറയുന്നത് പോലെ, ട്രംപ് ഇത്തരത്തിലുള്ള പൊള്ളത്തരങ്ങളും പറയുന്ന ഒരു വ്യക്തിയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ക്രെഡിറ്റ് ഒക്കെ അദ്ദേഹം തന്നെ ഇപ്പോഴും എനിക്കാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. ട്രംപ് വിചാരിക്കുന്നത് പോലെ വെറും 4 ആഴ്ച, ഇപ്പോൾ അമേരിക്ക എത്ര വലിയ ലോകശക്തിയാണ് എന്ന് പറഞ്ഞാലും, ഇസ്രായേൽ കൂടെ ഒപ്പം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാലും 4 ആഴ്ച മതിയോ ഇറാൻ ഈ പറഞ്ഞതുപോലെ അമേരിക്കയ്ക്ക് തങ്ങളുടെ വരുതിയിൽ വരുത്താനായിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ? ഇറാനെ തകർത്ത് തരിപ്പണമാക്കാൻ 4 ആഴ്ച പോലും വേണ്ട, 4 ദിവസം. പക്ഷേ നമ്മളൊരു രാഷ്ട്രത്തെ തകർത്ത് തരിപ്പണമാക്കി, അവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തി, അവിടുത്തെ റോഡുകൾ മുഴുവൻ കുളമാക്കി, അവിടുത്തെ എയർപോർട്ടും മറ്റ് സൗകര്യങ്ങളും വാട്ടർ ടാങ്കും എല്ലാം അടിച്ചു നശിപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടെ അധീശത്വം സ്ഥാപിക്കാം എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇത് അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ കാലഘട്ടമല്ല എന്ന് മനസ്സിലാക്കാം. ഓരോ ജനതയ്ക്കും അവരുടേതായ ഒരു തത്വം നിലനിൽക്കുന്ന കാലത്താണ് നമ്മൾ. അവിടെ ആക്രമിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ കൂടെ ഒരു ഫീൽ എന്താണെന്ന് അറിയാതെ നമ്മൾ ഒരു കോളനിവൽക്കരണം, ഒരു രാഷ്ട്രത്തെ പൂർണ്ണമായും കീഴടക്കി മറ്റൊരു രാഷ്ട്രം അവിടെ ഞാൻ ഒരു റെജിം ഉണ്ടാക്കും എന്ന് പറയുന്നതും ഇന്നത്തെ ആധുനിക ലോകത്തിന് പൂർണ്ണമല്ല. തീർച്ചയായിട്ടും ഇസ്രായേലിന് അമേരിക്കയ്ക്ക് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇറാനെ തീർച്ചയായിട്ടും അടിച്ച് തരിപ്പണമാക്കാൻ കഴിയും. തരിപ്പണമാക്കിയത് കൊണ്ട് അവസാനിക്കുന്നില്ല ഒന്നും എന്നുള്ളത് നമ്മുടെ കുറച്ച് ദിവസം മുമ്പുള്ള അനുഭവം ഗാസയിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്. ഗാസയിൽ തകർന്ന് തരിപ്പണമായി. അവിടെ ജനങ്ങൾ കാമ്പലിന് മുകളിലിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. തകർന്ന കെട്ടിടങ്ങൾക്ക് മുകളിലിരുന്നാണ് അവര് അടിയിൽ പോയവര് അടിയിൽ കിടന്ന് മരിച്ചു. ബാക്കി അവശേഷിച്ചവർ ആ തകർന്ന കെട്ടിടത്തിന്റെ മുകളിലിരുന്ന് കിട്ടുന്ന ബ്രെഡും വെള്ളവും കുടിച്ചുകൊണ്ട് ജീവിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇത് അഗ്രഷന്റെ ഒരു പ്രധാന റിപ്രക്കേഷനാണ്. എപ്പോഴും നമ്മൾ അഗ്രഷൻ കൂടുതലായി നടത്തുമ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പൂർണ്ണമായും നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ തിയറി കറക്റ്റ് ആയിരിക്കും. നമ്മുടെ തിയറി ഇറാൻ 1% പോലും അണുവായുധം ഉണ്ടാക്കരുതെന്ന് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അല്പം പോലും തീവ്രവാദം അവിടെ നിന്ന് ഉണ്ടാവരുതെന്നായിരിക്കും. പക്ഷേ ജനതയുടെ ഒരു വികാരം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അവർക്കുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ ഹനിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ, അവർ വർഷങ്ങളായി ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളെ തകർത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ, അവരുടെ കെട്ടിടം, അവരുടെ ഓഫീസ്, അവരുടെ റോഡ്, അവരുടെ കുടിവെള്ള പദ്ധതി, അവരുടെ അത്യാവശ്യത്തിനുള്ള ഹോസ്പിറ്റലുകൾ അടക്കം തകർത്തുകൊണ്ട്, സ്കൂളുകൾ തകർത്തുകൊണ്ടാണ് നമ്മളിത് നടത്തുന്നതെങ്കിൽ, അവിടെ നിന്ന് ഉയർന്നു വരുന്നത് ഇതിനേക്കാൾ തീവ്രവാദത്തേക്കാൾ വലിയൊരു വിപ്ലവമായിരിക്കും. ആ വിപ്ലവം ഉണ്ടാക്കാൻ നമ്മൾ മുതിരരുത് എന്ന് ട്രംപിനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടവർ അത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. ട്രംപ് എന്നല്ല, ലോകത്ത് ഒരു രാഷ്ട്രത്തിനും അങ്ങനെ പോകാൻ കഴിയില്ല. നമുക്ക് ശത്രുക്കൾ ഉണ്ടാവാം. ശത്രുക്കളെ നമ്മൾ എന്താ, ഓപ്പറേഷൻ സിന്ദൂർ എന്തായിരുന്നു? നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ നമുക്കെതിരെ നീങ്ങിയവരുടെ 9 താവളങ്ങൾ നമ്മൾ അടിച്ച് തകർന്നു. അതുകൊണ്ട് പൂർണ്ണമായും ചോദിച്ചാൽ ആവില്ല. പക്ഷെ അതിനുശേഷം നമ്മൾ വാണിംഗ് കൊടുക്കും, ഇനി അവിടെ നിന്ന് എന്തെങ്കിലും വന്നാൽ അത്തരത്തിൽ തന്നെ നമ്മൾ തിരിച്ചടിക്കും. ചിലപ്പോൾ ആ വാണിംഗ് കൊണ്ട് നിൽക്കും. പക്ഷെ അല്ലാതെ ഒരു രാഷ്ട്രത്തിനെ തകർത്തിട്ട് അവിടെ പുതിയ ഭരണക്രമം ഉണ്ടാക്കാനൊക്കെ നമ്മൾ പോയാൽ ഇവിടുത്തെ ജനതയാണ് ചെയ്യുന്നത്. അതിന് ചിലപ്പം ചില പ്രചോദനങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയും. ചിലപ്പോൾ ചില രഹസ്യമായ ചില സപ്പോർട്ടുകൾ നമുക്ക് കൊടുക്കാൻ കഴിയും അവിടുത്തെ ജനതയ്ക്ക്. അല്ലാതെ യുദ്ധം വഴി ഞാൻ ഇവിടുത്തെ ഭരണത്തിനെ മാറ്റി വേറെ ഭരണം ഉണ്ടാക്കും, വേറെ റെജീം ഞാൻ ഉണ്ടാക്കും എന്ന് പറയാൻ ഇന്നത്തെ ലോകം വിളരിക്കപ്പെടണമല്ല. അതാണ് അവിടെ വരുന്ന പ്രശ്നം. നമുക്ക് ഇഷ്ടമില്ലാത്തത്
മറ്റു രാഷ്ട്രങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇറാനിയൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം വേണം. ഇത് കൊടുക്കേണ്ടത് ലോകത്തെ മുഴുവൻ സ്വാതന്ത്ര്യവാദികളുടെയും ആവശ്യമാണ്. അത് അമേരിക്കയും ഇന്ത്യയും റഷ്യയും ചൈനയും ഒക്കെ അതിനാഗ്രഹിക്കേണ്ടതാണ്, അത് ചെയ്യേണ്ടതുമാണ്. പക്ഷേ ഇതിനുവേണ്ടി ഈ ജനത ഉണ്ടാക്കിയ ഒരു സംസ്കാരം മുഴുവൻ 1000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രത്തിന് അതിന്റെ മുഴുവൻ തച്ചുടച്ച്, ഒന്നാമതേ മരുഭൂമി, അതിൽ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സംവിധാനങ്ങൾ മുഴുവൻ തകർത്ത് മരുഭൂമിയാക്കിയിട്ട് 4 ദിവസം കൊണ്ട് ഞാൻ യുദ്ധം അവസാനിക്കുന്നതല്ല എന്ന് ഗാസ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഗാസയിലെ പാഠങ്ങൾ നെതന്യാഹുവും ട്രംപും മനസ്സിലാക്കേണ്ടതാണെന്നേ എനിക്ക് ഈ അവസരത്തിൽ പറയാം. അതുപോലെ ഇപ്പോ ഇറാൻ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് മേലാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് ഒരു ആക്രമണം അഴിച്ചുവിടുന്നത്. അതായത് അങ്ങനെ തലങ്ങ് വിലങ്ങും ഇറാൻ ഈ പറഞ്ഞതുപോലെ അമേരിക്കയുടെ സൈനിക ബേസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല, പല ദുബായിലും അതുപോലെ തന്നെ ബഹ്റൈൻ, ഖത്തർ അവിടെയൊക്കെയുള്ള ജനവാസ മേഖലകളിലേക്കും ഈ ഡ്രോണുകളുടെയൊക്കെ തന്നെ അവശിഷ്ടങ്ങൾ വന്ന് പതിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തിനാണ് ഇപ്പൊ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ഇത്തരത്തിലൊരു സമ്മർദ്ദം ഇറാൻ ചെലുത്തുന്നത്? ഇറാനെ സംബന്ധിച്ചിടത്തോളം അവര് ലോകത്തെ ഏറ്റവും വലിയ ശക്തികളോടാണ് നേരിടുന്നത്. അവർക്ക് സപ്പോർട്ടായിട്ട് ആരും നമ്മള് ലോകത്ത് എല്ലാ കാലത്തും കണ്ടാണ്. നമ്മള് ആൾക്കാർ പറയും ഞങ്ങള് ഗാസയ്ക്ക് പിന്തുണയുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിന് പിന്തുണയുണ്ട്, അല്ലെങ്കിൽ റഷ്യക്ക് പിന്തുണയുണ്ട്, അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങൾക്ക് ദുഃഖം അനുഭവിക്കുന്നവർക്ക് നമ്മൾ പിന്തുണ കൊടുക്കുമെന്ന് പറയും. അതൊരിക്കലും ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യാൻ കഴിയും. യുദ്ധം നടക്കുമ്പോൾ അവർ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒന്നുകിൽ ചെറുത്ത് നിൽക്കാനുള്ള ത്രാണി വേണം. അങ്ങനെ ചെറുത്ത് നിൽക്കാൻ ത്രാണിയുള്ളവർ നേരിട്ട് അവരെ അറ്റാക്ക് ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡേർട്ടി വാർ മെത്തേഡ്സ് അവർ ഉപയോഗിക്കും. ഇതിലൊന്നാണ് ഇപ്പോ ഇറാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഉദ്ദേശിക്കുന്നത് GCC രാഷ്ട്രങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാരും കൂടെ ഞങ്ങളുടെ ഓയിൽ ടാങ്കുകൾക്കെതിരെ ആക്രമണം വരുന്നു, അല്ലെങ്കിൽ ഷിപ്പുകൾക്കെതിരെ ആക്രമണം വരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഷിപ്പ് യാർഡിനെതിരെ ആക്രമണം വരുന്നു, എയർപോർട്ടിനെതിരെ ആക്രമണം വരുന്നു, ഞങ്ങൾ നിരപരാധികളായ ഞങ്ങൾക്കെതിരെ ആക്രമണം വരുന്ന സാഹചര്യത്തിൽ ഒന്നുകിൽ നിങ്ങൾ ഇതെടുത്ത് അവരെ പെട്ടെന്ന് നശിപ്പിക്കണം, അതല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡിലേക്ക് വരും. യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് ഇറാനിയൻ റവല്യൂഷണറി ആർമിക്ക് അറിയാം. കാരണം അവര് ചാവേറുകളാണ്. നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കണ്ടതാണ്. അഫ്ഗാനിസ്ഥാനെ അടിച്ച് തരിപ്പണമാക്കി അമേരിക്ക കീഴടക്കി. എന്തുകൊണ്ടാണ് അവസാനം ഇട്ടെറിഞ്ഞു പോകേണ്ടി വന്നത്? ആ ടെറൈനിൽ ഇവിടുത്തെ ചില ഗുഹയ്ക്കകത്തൊക്കെ നിന്ന് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ പൂർണ്ണമായും കീഴടക്കാനുള്ള ഗൾഫ് ലാൻഡ് ആക്രമണത്തിന് വരുന്ന അമേരിക്കൻ പട്ടാളത്തിന് കിട്ടിയെന്ന് വരില്ല. അവിടുത്തെ ടെറൈൻ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്കേ അറിയാവൂ. ഷെർപ്പകൾ എന്തിനാണ് ഷെർപ്പയെ ഹിമാലയത്തിൽ കയറാനായിട്ട് ടെൻസിങ്ങിനെ ഹിലാരിക്കുന്നത് എന്തിനാണ്? കാരണം അയാൾക്കേ അറിയാവൂ അത് ഏത് വിധത്തിൽ എവറസ്റ്റ് കീഴടക്കണമെന്നുള്ളത്. കൂടെ പോകാൻ പറ്റും, നമുക്കൊരു ഗൈഡ് വേണം. ആ ഡിഫിക്കൽട്ട് ടെറൈനിൽ എങ്ങനെ സർവൈവ് ചെയ്യണമെന്നറിയാം. അങ്ങനത്തെ ചില ടാക്ടിക്സുകൾ ഇറാന്റെ കൈവശമുണ്ട്. അത് ഗാസയിൽ നമ്മൾ കണ്ടതാണ്, നമ്മളിപ്പോ അഫ്ഗാനിസ്ഥാനിൽ ഇത് കണ്ടതാണ്, ഇറാഖിൽ ഇത് കണ്ടതാണ്. ഇതെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒരു രാജ്യത്ത് നിന്ന് മിസൈൽ അയച്ച് ആ രാജ്യത്തിനെ തരിപ്പണമാക്കാം. 9 കോടി ജനങ്ങളെയും ദരിദ്രരാക്കാം, ഒന്നരാക്കാം. കഞ്ഞിവെള്ളം കുടിക്കാനില്ലാത്ത വിധത്തിൽ നമ്മൾ തെരുവിലിറക്കി. അതല്ലാതെ അവിടെ അങ്ങനെ അഗ്രസീവായിട്ട് ഒരു ടീം അവിടെ നമുക്ക് അവരെ കീഴടക്കൊണ്ട് വരാൻ കഴിയും. ജനാധിപത്യത്തിൽ ചിലപ്പോൾ സാഹചര്യം ഒരു പാർട്ടി വിചാരിച്ച് മറ്റേ പാർട്ടി വെളിയിൽ നിന്നൊക്കെ ചില ഇത് നമ്മൾ കണ്ടില്ല, ജനിച്ച് കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ജനാധിപത്യ സംവിധാനത്തിൽ പറ്റും. ഇറാനിൽ ജനാധിപത്യ സംവിധാനമല്ല, മതാധിഷ്ഠിതമായ ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകളുടെ ഒരു കേഡർ സംവിധാനം അവിടുത്തെ ടോപ്പ് ടു ബോട്ടം ഉണ്ട്. അവിടുത്തെ പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നതിൽ മുതൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ നിശ്ചയിക്കുന്നതിൽ വരെ ഉള്ള ഒരു നെറ്റ്വർക്ക് അവിടെ ഉണ്ട്. ഇത് പലർക്കും അറിയില്ലെങ്കിൽ അവരറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്ത്യയിൽ പലരും, ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ പലർക്കും എന്നോട് ദേഷ്യം വരാറുണ്ട്. ഇതെന്താ ഇയാൾ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കേണ്ടതാണ്. ഇതിന്റെ സത്യങ്ങൾ മനസ്സിലാക്കി ഇന്ത്യക്കാരടക്കം പ്രവർത്തിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ 1 കോടിയോളം വരുന്ന നമ്മുടെ ഇന്ത്യൻ ജനത ഗൾഫ് കൺട്രീസിൽ കിടന്ന് കഷ്ടപ്പെടും.
അവരും വേറൊരു വിധത്തിൽ നരകയാതന അനുഭവിക്കും. യുദ്ധം ചെയ്യാതെ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുകയാണെന്ന് ഇന്ത്യയിലെ 1 കോടി ജനങ്ങൾ. നമ്മളിവിടെ സുരക്ഷിതമായിരുന്ന ഈ കഥകളൊക്കെ പറയുന്നു. ഇവിടെ വാട്സാപ്പിൽ ഓരോരുത്തർക്ക് കമന്റ് ഇട്ടാൽ മതി, ഇവൻ ഏത് പോങ്ങനാണ്, ഇവൻ തീവ്രവാദികൾക്കൊപ്പമാണോ എന്നൊക്കെ ചോദിച്ചെന്നിരിക്കും. എനിക്കതിന് വിഷമമില്ല, കാരണം ഞാൻ തീവ്രവാദികൾക്കൊപ്പമല്ല. പക്ഷേ സമാധാനമാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തി. തീവ്രവാദത്തെ എതിർക്കുന്നവർ ആദ്യം ശ്രമിക്കേണ്ടത് സമാധാനത്തിന്. സമാധാനം ഉണ്ടാകുമ്പോൾ തീവ്രവാദം വരും. അസമാധാനവും അശാന്തിയും എവിടെ നിൽക്കുന്നു അവിടെ തീവ്രവാദം വരും. അപ്പൊ അതിനുള്ള ഇട നമ്മൾ കഴിയുന്ന കൊടുക്കരുത്. പിന്നെ സമാധാനം നിൽക്കുന്നിടത്ത് ചിലർ തീവ്രവാദം കൊണ്ടുവരും. അവനെ ആ നിമിഷം നമുക്ക് പിടിച്ച് പുറന്തള്ളാനും അവനെ ചവിട്ടി അരച്ച് നശിപ്പിക്കാനും എളുപ്പമാണ്. അശാന്തി നിർത്തിക്കൊണ്ട്, അശാന്തി നമ്മൾ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ നമ്മൾ തീവ്രവാദത്തെ എതിർക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ തീവ്രവാദം അവസാനിക്കില്ല, തീവ്രവാദം കൂടും. പിന്നെ ഇസ്രായേലില് ഹിസ്ബുൾ തീവ്രവാദികൾ കടന്നിരിക്കുന്നു, അവിടെ ചില കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന് ഞാൻ കേട്ടു. നൽകുന്ന സന്ദേശം എന്താണ്? തീവ്രവാദികൾ ഇപ്പോഴും ഗാസയിലടക്കം അസ്തമിച്ചിട്ടില്ല. നമുക്ക് തീവ്രവാദത്തെ മതിയാവും, അതിന് വേണം. പക്ഷെ അഗ്രഷൻ നമ്മള് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? എലിയെ പിടിക്കാൻ വില്ലൻ ചുടരുത് എന്നൊരു വാക്യം നമ്മൾ കേട്ടിട്ടില്ല. വില്ലൻ ചുട്ട് നമുക്ക് എലിയെ പിടിച്ചിട്ട് കാര്യമില്ല. അപ്പോ എലിയെ മാത്രം പിടിക്കാനുള്ള എലിക്കണികൾ എത്തിക്കുകയാണ് വേണ്ടത്. അത് ഇന്ത്യയിൽ നമ്മൾ ചെയ്തു. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ലോകത്തിന് എങ്ങനെയാണ് വില്ലൻ ചുടാതെ എലിയെ പിടിക്കേണ്ടത്. ചിലപ്പോൾ 2 എലി അതിൽ നിന്ന് രക്ഷപ്പെട്ട് കാണും, പക്ഷെ അവൻ പേടിച്ചോടി, ഇല്ലെങ്കിൽ അവനെ നമുക്ക് വരുന്ന വഴിക്ക് പിടിക്കാം. അതുകൊണ്ട് വില്ലൻ ചുട്ട് എലിയെ പിടിക്കാൻ നോക്കരുത്. ഇത് വിദേശ രാഷ്ട്രങ്ങൾക്കെല്ലാം ദോഷമാകുന്ന അവരിപ്പം പാഠം പഠിച്ചോണ്ടിരിക്കുക. 1 മാസം അല്ലെങ്കിൽ പിന്നെ ഒരാഴ്ച കൂടെ നീണ്ടു നിന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങളിലെ സ്ഥിതി തന്നെ വളരെ ബുദ്ധിമുട്ടിലാവും. വിശേഷ രാഷ്ട്രങ്ങൾക്ക് തന്നെ വിമിഷ്ടം വരും. യുദ്ധമില്ലാതെ യുദ്ധത്തിന്റെ കെടുതി അവർ അനുഭവിക്കേണ്ട ഗതികേടിലേക്ക് വരും. ഇതൊക്കെയാണ് പ്രധാന കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളല്ലാതെ, അതുപോലെ അമേരിക്കയും ഇസ്രായേലും അല്ലാതെ മറ്റുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യ അടക്കം ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നാൽ എത്രത്തോളം ഇനി പ്രതിസന്ധി നമ്മുടെ രാജ്യത്തിനും ഉണ്ടാകും? യുദ്ധം ലോകത്ത് ഇന്ന് സംഭവിക്കുന്നത് നമ്മുടെ ലോകക്രമം മാറിയത് കൊണ്ട് എല്ലാവർക്കും അനുഭവിക്കാനുള്ള ഒരു സാധനമായി വരും. അതാണ് നമ്മൾ കാണേണ്ടത്. യുദ്ധം ഒരിടത്ത് നടന്നാൽ നമ്മളെ ബാധിക്കില്ല എന്ന് പറയരുത്. അത് നമ്മളെ ബാധിക്കും. പ്രത്യേകിച്ച് പ്രവാസികൾ കൂടുതലുള്ള കേരളത്തിൽ ഡയറക്റ്റ് എഫക്റ്റ് ആണ്. രാഷ്ട്രത്തിൽ നമ്മൾ കിടക്കുകയാണ്. ഇറാനിൽ നമ്മുടെ 10-35,000 പേരുണ്ട്, പിള്ളേരടക്കം. പിന്നെ GCC രാഷ്ട്രങ്ങളിൽ 1 കോടിയോളം പേര് നമ്മുടെ ആളിന് കിടപ്പുണ്ട്. അപ്പോ യുദ്ധം ഇല്ലാത്തടത്തും നമുക്ക് വലിയ വിപത്തുകൾ, യുദ്ധം ഉള്ളിടത്തും നമ്മൾ യുദ്ധം ഇല്ലാതിരിക്കുന്ന നമ്മുടെ രാഷ്ട്രത്തിലെ ബന്ധുക്കൾക്ക് വിപത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ തന്നെ യാണെങ്കിൽ പോലും നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഗാസയിൽ അവർ തമ്മിലല്ലേ അടിയെന്ന് പറയും. പക്ഷേ നമുക്ക് പലപ്പോഴും വ്യോമയാത്ര പോലും അസാധ്യമായി വരും. നമുക്ക് പിന്നെ സമുദ്ര തീരത്തിലൂടെയുള്ള ചില കപ്പൽ ഗതാഗതം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പോ സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും ഒക്കെ നമുക്ക് ശാന്തമായി നിന്നാൽ മാത്രമേ നമ്മുടെ ട്രാഫിക് നടക്കുകയുള്ളൂ. പെട്രോളിയം അടക്കം, അവശ്യ സാധനങ്ങൾ അടക്കമുള്ളവയുടെ ട്രാൻസാക്ഷൻ നടക്കുകയുള്ളൂ. ഇന്ന് ലോകത്ത് വിപണി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. പരസ്പരം വിപണിയിലെ ഉൽപ്പന്നങ്ങൾ കൈമാറിയില്ലെങ്കിൽ നമുക്ക് കഴിയില്ല. ട്രംപ് എന്തുകൊണ്ടാണ് തന്റെ ഏറ്റവും വലിയ ആയുധമായിട്ട് എടുത്തത്? താരിഫ് കൊണ്ടുവന്ന് അടിച്ചു വെച്ചത് എന്തുകൊണ്ടാണ്? ഇത് പത്രമാണ്. അതായത് ഞങ്ങൾ വലിയൊരു പർച്ചേസറാണ്. പർച്ചേസറായ ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ സാധനം വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രത്തിലെ കർഷകർ പട്ടിണിയിലാവും, നെയ്ത്തുകാരായ തൊഴിലാളികൾ പട്ടിണിയിലാവും, തുണിമില്ലുകൾ അടച്ചുപൂട്ടും, നിങ്ങളുടെ രാഷ്ട്രത്തിൽ തുകൽ നിർമ്മാണം നടത്തുന്ന വെള്ളത്തിലാവും, നിങ്ങളുടെ സുഗന്ധദ്രവ്യങ്ങൾ, നിങ്ങളുടെ സ്വർണം, നിങ്ങളുടെ ജീവൽക്കം ഉണ്ടാക്കുന്ന പണിക്കാര് കൂടി എന്നുള്ളത് കൊണ്ടല്ലേ ഇത് വന്നത്. അപ്പൊ ഈ യുദ്ധം ഒരിക്കലും യുദ്ധം ഇത്തരം സാധനങ്ങളുടെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും എല്ലാം തടസ്സം ഉണ്ടാക്കും. തീർച്ചയായിട്ടും ഇത് സിമ്പിൾ ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. ഇതിനേക്കാൾ വിപുലമായ ഒരുപാട് അന്തർലീനമായ ഘടകങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇത്
ഇതിനേക്കാൾ വിപുലമായ നിരവധി പ്രശ്നങ്ങൾ യുദ്ധം വഴി ഉണ്ടാവും. നമ്മുടെ എക്കോണമിയെ അത് ബാധിക്കും. ലോകത്ത് വിഭവങ്ങൾ കുറവാണ്. നമ്മളിപ്പോ ഉപയോഗിക്കുന്നത് ഇപ്പൊ പിന്നെ ഇറാനിൽ കൊണ്ടുവന്ന് പൊട്ടിക്കുന്നത്, ഗാസയെ കൊണ്ടുവന്ന് പൊട്ടിക്കുന്നതൊക്കെ എന്നറിയാമോ? നൂറ്റാണ്ടുകൾ നമ്മുടെ ജനതയ്ക്ക് ഉപയോഗിക്കേണ്ട ചില അമൂല്യ മിനറൽസും മെറ്റൽസും ഒക്കെയാണ് കൊണ്ട് നശിപ്പിച്ചത്. ഭാവി തലമുറയ്ക്ക് ഉപയോഗിക്കേണ്ട എത്രയോ സാധനങ്ങളാണ് നമ്മൾ നശിപ്പിച്ച് പുകച്ചു കാണുന്നത്. അതുപോലെ തന്നെ ചില രാഷ്ട്രങ്ങളെ നമ്മൾ പുകച്ചു കാണുന്നത്. ഇതിന്റെയൊക്കെ സമ്മർദ്ദം ഭൂമിക്കുണ്ടാകുന്ന, അന്തരീക്ഷത്തിനുണ്ടാകുന്നതൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെ. അതുകൊണ്ട് യുദ്ധം ഒരിക്കലും പ്രശ്നമല്ല. യുദ്ധം ചെയ്യുന്നവനും ജയിക്കുന്നവനും ഒക്കെ വിപത്തുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് മൂന്നാം ലോകമഹായുദ്ധം വരരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് നാഗസാക്കിയിലും ഹിരോഷിമയിലും അവരാ പിന്നെ തകർന്ന കെട്ടിടങ്ങൾ അതുപോലെ നിലനിർത്തിയിരിക്കുന്നത്. ലോകമേ വന്ന് കാണൂ, എന്താണ് ഒരു അണുബോംബ് ഇട്ടാലുണ്ടാകുന്നത്. അന്ന് ചെറിയ ഒരു പൊട്ടാസാണ്, ഇന്നത്തെ അണുബോംബ് അല്ല. ചെറിയ പൊട്ടാസ് ഉണ്ടായ പ്രശ്നം ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ കെട്ടിടങ്ങൾ, സ്ട്രക്ചറുകൾ നിൽക്കുന്നത്, അവിടെ എത്രയോ തലമുറയ്ക്ക് അംഗവൈകല്യം സംഭവിച്ച് ജനനമുണ്ടായത്. ഇതൊക്കെ നമ്മള് പാഠങ്ങൾ ഉൾക്കൊള്ളണം. ആ പാഠങ്ങൾ ഉണ്ടായാൽ നമുക്ക് യുദ്ധത്തിന് തോന്നില്ല, സമാധാനത്തിന് തോന്നുകയില്ല. അതുകൊണ്ട് 4 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അവസാനിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില യുദ്ധങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു യുദ്ധമാണ് ഇപ്പോ ഇറാനിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഈ പറഞ്ഞതുപോലെ വളരെ വേഗത്തിൽ തന്നെ ഒരു മധ്യസ്ഥ ചർച്ചയും അതുപോലെ തന്നെ നയതന്ത്ര നീക്കങ്ങളിലൂടെയൊക്കെ തന്നെ മാത്രമായിരിക്കും ഇനി ഇതൊന്ന് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വരും ദിവസങ്ങളിൽ അതിനുള്ള എല്ലാ നീക്കങ്ങളും രാജ്യങ്ങൾ നടത്തട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതിന് പറയുന്നത് ഇത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിർത്താൻ അവർ ശ്രമിക്കുന്നു. ഇന്ത്യനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്ത്യയെ അതിനകത്ത് ഉൾപ്പെടുത്തും. മാത്രമല്ല ഇന്ത്യയും രാഷ്ട്രങ്ങളും റഷ്യയും ചൈനയും ഒക്കെ ഉൾപ്പെട്ടുകൊണ്ട് അപ്പൊ പാർഷ്യൽ ഉണ്ടാകും. ഇത് പാർഷ്യൽ ഉണ്ടാക്കുമ്പോഴാണ് പലപ്പോഴും തീവ്രവാദവും പിന്നെ അനാവശ്യമായ വിപ്ലവങ്ങളൊക്കെ പുറപ്പെടുന്നത്. അതിനുള്ള അവസരം ഉണ്ടാക്കാതെ UN ഇല്ലെങ്കിൽ UN ബദലായ ഒരു പ്രധാന രാഷ്ട്രങ്ങൾ ചേർന്നുണ്ടായിക്കൊണ്ട് ലോകത്തെ ക്രൈസിസ് പരിഹരിക്കാനായിട്ട് ട്രംപിന്റെ അഹങ്കാരം അദ്ദേഹത്തിന് ഒരിക്കലും അനുവദിക്കില്ല. അതാണ് പ്രശ്നം. ലോകത്തുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രത്തിന്റെ അഹങ്കാരിയായി കഴിഞ്ഞാൽ അത് ലോകത്തിന് വിപത്തായി വരും. അത്രയും എളിഞ്ഞവനാകുവാനാണ് പഠിക്കേണ്ടത്. അത് ട്രംപ് ജീവിതത്തിൽ ഇന്നുവരെ പഠിച്ചിട്ടില്ല. ട്രംപ് അത് അറിയില്ല. അതാണ് ലോകം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, പ്രതിസന്ധി എന്ന് വിളിക്കുന്നത്. എന്തായാലും ഈ രക്തച്ചൊരിച്ചിലുകളൊക്കെ തന്നെ വേഗം അവസാനിക്കട്ടെ. വീണ്ടും നമ്മുടെ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഒരു സമാധാനവും അതുപോലെ തന്നെ ശാന്തിയും ഒക്കെ തന്നെ തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. നമസ്കാരം.